ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ്? യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീഹി ലികുല്ലി ഇംരിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നി. ഉമ്മക്ക് മകനെ വേണ്ടാത്ത ദിവസം, മകന് ഉമ്മയെ വേണ്ടാത്ത ദിവസം, ഭാര്യയും ഭർത്താവും പരസ്പരം പഴിക്കുന്ന ദിവസമാണ്, കൂട്ടുകാർക്ക് പരസ്പരം വേണ്ടാത്ത ദിവസമാണ്, ആരും ആരെയും തുണക്കാത്ത ദിവസമാണ്, ആരും ആരെയും താങ്ങാത്ത ദിവസമാണ്, ശുപാർശ ചെയ്യാത്ത ദിവസമാണ്. ഖാലൂ യാ വൈലനാ മൻ ബഅതനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദർ റഹ്മാൻ വസദഖൽ മുർസലൂൻ. തങ്ങളുടെ കുഴിമാടങ്ങളിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് ചില ആളുകളെന്ന് പറയുന്നതാണ് മൻ ബഅസനാ മിൻ മർഖദിനാ, എല്ലുകളായി നുരുമ്പിച്ചു പോയ ഞങ്ങളുടെ കുഴിമാടങ്ങളിൽ നിന്ന് ആരാണ് ഉയർത്തെഴുന്നേൽപ്പിച്ചത്? ഹാദാ മാ വഅദർ റഹ്മാൻ, ഇത് കാരുണ്യവാനായ അല്ലാഹുവിന്റെ വാഗ്ദാനത്തിന്റെ പുലർച്ചയാണല്ലോ. വസദഖൽ മുർസലൂൻ, അല്ലാഹുവിന്റെ പ്രവാചകന്മാർ പറഞ്ഞത് എത്ര സത്യമായിരുന്നു. അവരെങ്ങനെ വിലപിച്ചു നിൽക്കുന്ന സമയം അല്ലാഹു പറയുന്നു വവുദിഅൽ കിതാബ് ഫതറൽ മുജ്രിമീന മുഷ്ഫിഖീന മിമ്മാ ഫീഹി വയഖൂലൂന യാ വൈലതനാ മാ ലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ വവജദൂ മാ അമിലൂ ഹാദിറാ വലാ യദ്ലിമു റബ്ബുക അഹദാ. അന്നേ ദിവസം ഭയവിഹ്വലരായി കൊണ്ടവർ നിൽക്കുന്ന സമയത്ത് ചില കിതാബുകൾ അവരുടെ കയ്യിലേക്ക് നൽകപ്പെടുന്നതാണ്, ചില ഗ്രന്ഥങ്ങൾ അവരുടെ കയ്യിലേക്ക് നൽകപ്പെടുന്നതാണ്. ഫതറൽ മുജ്രിമീന മുഷ്ഫിഖീന മിമ്മാ ഫീഹി, പ്രവാചകരെ അപ്പോൾ കുറ്റവാളികളായ താന്തോന്നികളായ മനുഷ്യരെ താങ്കൾക്ക് കാണാം. വയഖൂലൂന, അവർ പറയുകയാണ് മാ ലിഹാദൽ കിതാബ്, എന്തൊരു ഗ്രന്ഥമാണിത്, എന്തൊരു അത്ഭുതത്തിന്റെ ഗ്രന്ഥമാണിത്. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ, ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ യാതൊരു തെറ്റുകളും ഈ ഗ്രന്ഥം വിട്ടുകളഞ്ഞിട്ടില്ലല്ലോ. വവജദൂ മാ അമിലൂ ഹാദിറാ, പ്രവർത്തിച്ച പ്രവർത്തനങ്ങൾ മുഴുവൻ അവന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുമെന്ന്. വലാ യദ്ലിമു റബ്ബുക അഹദാ, അല്ലാഹു ഒരാളോടും അക്രമം പ്രവർത്തിക്കുന്നതല്ല. ആ ദിവസം റബ്ബിന്റെ മുന്നിൽ ഞാനും നിങ്ങളും എഴുന്നേറ്റ് നിൽക്കുമ്പോ നമ്മുടെ പ്രവർത്തനത്തിന്റെ ഫമയ്യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറാ വമയ്യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറാ, അണുമണിത്തൂക്കം നന്മയും തിന്മയും ആര് ചെയ്തിട്ടുണ്ടോ ആ നന്മയും തിന്മയും ആ കിതാബിൽ അവർ കാണുക തന്നെ ചെയ്യുന്നതാണ്. സഹോദരങ്ങളെ, രണ്ട് വിഭാഗങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. രണ്ട് വിഭാഗങ്ങളെ അവിടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സൂറത്തുൽ ഹാഖയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വിവരിക്കാൻ ഒന്നാമത്തെ വിഭാഗം ആരാണെന്നറിയോ? ഫഅമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനി ഫയഖൂലു ഹാഉം ഇഖ്റഊ കിതാബിയ ഇന്നി ظننت عني ملاق حسابيا فهو في عيشة راضية في جنة عالية قطوفها دانية. അന്ന് ചില ആളുകൾക്ക് അവരുടെ ഗ്രന്ഥങ്ങൾ നൽകപ്പെടുന്നത് വലത്തെ കൈയിലായിരിക്കും, മുൻവശത്തുകൂടെ വലത്തെ കൈയിലായിരിക്കും. അവർ ആ ഗ്രന്ഥങ്ങൾ മറിച്ചു നോക്കിക്കൊണ്ട് പറയുകയാണ് ഹാഉം ഇഖ്റഊ കിതാബിയ, ഇതാ എന്റെ ഗ്രന്ഥം, എത്ര സുന്ദരമാണ് എന്റെ ഗ്രന്ഥം, എത്ര ആശ്വാസദായകമാണ് എന്റെ ഗ്രന്ഥം, എത്ര സാന്ത്വനമാണ് എന്റെ ഗ്രന്ഥം. ഹാഉം ഇഖ്റഊ കിതാബിയ, ഇതാ എന്റെ ഗ്രന്ഥം നിങ്ങളൊന്ന് വായിച്ചു നോക്ക്. ഇന്നി വനന്തു അന്നി മുലാഖിൻ ഹിസാബിയ, ഈ ദിവസം നേരിടേണ്ടി വരുമെന്ന് ഞാൻ ഓർത്തിരുന്നു, വിശ്വസിച്ചിരുന്നു. ഈ ദിവസത്തെ കുറിച്ചുള്ള ഓർമ്മ നാട് മുഴുവൻ കിടന്നുറങ്ങുമ്പോ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ എന്റെ ശരീരത്തെ കിടക്കപ്പായയിൽ നിന്ന് പറിച്ചെടുത്തിരുന്നു. വിചാരത്തിനുള്ള സാഹചര്യം ലഭിച്ചപ്പോ ഈ ദിവസം എന്നെ വ്യഭിചാരത്തിൽ നിന്ന് തടഞ്ഞിരുന്നു. ഓരോ കീബോർഡുകൾ അമർത്തുമ്പോഴും ഈ ദിവസത്തെ കുറിച്ചോർത്ത്, ഈ ഗ്രന്ഥത്തെ കുറിച്ചോർത്ത് എന്റെ വിരലുകളെ ഞാൻ നിയന്ത്രിച്ചിരുന്നു, എന്റെ കണ്ണുകളെ ഞാൻ നിയന്ത്രിച്ചിരുന്നു, എന്റെ കാതുകളെ ഞാൻ നിയന്ത്രിച്ചിരുന്നു, എന്റെ നാവിനെ ഞാൻ നിയന്ത്രിച്ചിരുന്നു, എന്റെ ഗുഹ്യ സ്ഥാനത്തെ ഞാൻ നിയന്ത്രിച്ചിരുന്നു, എന്റെ ഹൃദയത്തെ ഞാൻ നിയന്ത്രിച്ചിരുന്നു. അവൻ പറയാ, എന്നിട്ട് അല്ലാഹു പറയുന്നു ഫഹുവ ഫീ ഈശത്തിർ റാദിയ
ഫഹുവ ഫീ ഈശത്തിർ റാദിയ, ഉന്നതമായ ജീവിതത്തിൽ, സംതൃപ്തമായ ജീവിതത്തിൽ. ആ സംതൃപ്തി മനുഷ്യനറിയുന്ന വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയില്ല സഹോദരങ്ങളെ. മനുഷ്യൻ കണ്ടുപിടിച്ച കവിതാശകലങ്ങൾ കൊണ്ട് വർണ്ണിക്കാൻ കഴിയാത്ത അത്രയും വലിയ സംതൃപ്തമായ ഒരു ജീവിതത്തിലായിരിക്കും ആ മനുഷ്യനെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ നമുക്ക് ഉണർത്തി തരുന്നു. എന്നാൽ മറ്റൊരു വിഭാഗമുണ്ട്. ആ വിഭാഗത്തിന്റെ പ്രത്യേകത എന്താണ്? ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിശിമാലി ഫയഖൂലു യാ ലൈതനി ലം ഊത കിതാബിയ വലം അദ്രി മാ ഹിസാബിയ യാ ലൈതഹാ കാനതിൽ ഖാദിയ മാ അഗ്നാ അന്നി മാലിയ ഹലക അന്നി സുൽത്താനിയ ഖുദൂഹു ഫഗുല്ലൂഹു ثم الجحيم صلوه. അന്ന് ചില ആളുകൾക്ക് അവരുടെ ഗ്രന്ഥങ്ങൾ നൽകപ്പെടുന്നത് അവരുടെ ഇടത്തെ കൈയിലായിരിക്കും. പിറകിലൂടെ അവർ ആ ഗ്രന്ഥം മറിച്ചു നോക്കിക്കൊണ്ട് പറയുകയാണ്, യാ ലൈതനീ ലം ഊത കിതാബിയ, എന്തൊരു നാശത്തിന്റെ ഗ്രന്ഥമാണിത്, എന്തൊരു നാശത്തിന്റെ ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥം എനിക്ക് തന്നില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. യാ ലൈതഹാ കാനത്തിൽ ഖാദിയ, എന്റെ മരണത്തോടെ എല്ലാം അവസാനിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. വലം അദ്രി മാ ഹിസാബിയ, ഇല്ല ഇല്ല, ഞാൻ ഒരുപാട് പ്രസംഗങ്ങളും ഖുതുബകളും കേട്ടിരുന്നു, പക്ഷെ എന്റെ ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ ഇങ്ങനെ ഒരു ഗ്രന്ഥമുണ്ടെന്ന വിശ്വാസം എനിക്കുണ്ടായിരുന്നില്ല, ഇങ്ങനെ ഒരു മൈതാനിയുണ്ടെന്നുള്ള വിശ്വാസം എനിക്കുണ്ടായിരുന്നില്ല. വലം അദ്രി മാ ഹിസാബിയ യാ ലൈതഹാ കാനത്തിൽ ഖാദിയ മാ അഗ്നാ അന്നി മാലിയ, എവിടെ എന്റെ ധനം, എവിടെ എന്റെ ബാങ്ക് ബാലൻസ്, എവിടെ എന്റെ സ്വത്തുക്കൾ. ഹലക അന്നി സുൽത്താനിയ, മുഷ്ടി ചുരുട്ടി ആകാശത്തേക്ക് കുത്തി